വെറും 2 മുട്ട വെച്ചിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ടീ കേക്കാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. ഇതുപോലെ നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമുക്കിത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതൊന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ആവുന്നേ ഉള്ളൂ. പിന്നെ മിക്സിയുടെ ജാറിലും നമുക്ക് ഇതുപോലെ തന്നെ ടീ കേക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് ടീ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് സമയം ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ പൊടിയാണ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് പഞ്ചസാരയുടെ പൊടി ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല വൈറ്റ് കളറിലായിട്ട് വരും കേട്ടോ. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാവണം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസിൻ്റെ ഫ്ലേവർ അനുസരിച്ചിട്ട് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു സോസ് പാനിൽ 80 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുക്കാം. തിളച്ചൊന്നും വരണ്ട, ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ മാത്രം ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ ബാക്കി അതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. ആദ്യം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഒരു ബാറ്ററൊക്കെ അടിച്ചെടുക്കാൻ നിന്നാൽ നമുക്കതൊരു പാകത്ത് ചൂടായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്, ഒരു ഇളം ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഇതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 7 ഇഞ്ചിൻ്റെ ഇതുപോലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലും അടിയിലൊക്കെ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ, ഞാൻ കൺവെൻഷൻ ഓവനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതിലുള്ള ടൈമാണ് പറയുന്നത് 35 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോ ഓവൻ അനുസരിച്ചിട്ടും ടെമ്പറേച്ചറിലും അതുപോലെ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. പിന്നെ ഓവൻ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഏതെങ്കിലും അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം ആയാൽ മതി കേട്ടോ. അതിലൊരു റിങ്ങോ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്ക് ടിന്ന് അതിൽ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടും ഒരു 30 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് എന്ത് നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരു സ്ക്വയർ വെച്ചിട്ട് അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഡീമോൾഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മുടെ ടീ കേക്കിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്